ഇതുമായി കുടുംബജീവിതത്തോട് ബന്ധപ്പെട്ട് നമ്മുടെ പ്രിയപ്പെട്ടവരെ തന്ന ചില സംശയങ്ങളിലേക്ക് അതിലേക്ക് ഒന്ന് വളരെ വേഗത്തിൽ ഒരു അരമണിക്കൂർ കൊണ്ട് ആ കാര്യങ്ങളൂടെ നമുക്കൊന്ന് നോക്കാം. And then there are some questions which is given by our beloved brothers and sisters. Let us look those questions and give answers in another half an hour. സഹോദരി സഹോദരന്മാർ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ അരമണിക്കൂർ കൊണ്ട് നമുക്ക് കഴിഞ്ഞു എന്ന് വരികയില്ല. എങ്കിലും It cannot be possible to give answers to all the questions in half an hour. എങ്കിലും നമുക്ക് കഴിയുന്നത്ര ചോദ്യങ്ങൾ നോക്കുകയും നമുക്ക് ഇപ്പോൾ ചിന്തിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അതിന് മറുപടി കണ്ടെത്തുകയും ചെയ്യാം. We can answer as much as possible in relation to what we were hearing. ഒരു സഹോദരൻ ചോദിച്ചേക്കുന്നത്, ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ജോലി കാര്യങ്ങളും കുടുംബജീവിതവും എങ്ങനെയാണ് ഞാൻ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ടത് എന്നാണ് അദ്ദേഹം ചോദിച്ചേക്കുന്നത്. കുടുംബജീവിതം One brother has asked like this, that as a believer, how can I balance my family life and my official life? പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് കാര്യങ്ങൾ നമ്മളെ മനുഷ്യരെന്നുള്ള നിലയിൽ ഇന്ന് സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഈ രണ്ടും നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. കുടുംബജീവിതവും നന്നായി കൊണ്ടുപോകണം, അതുപോലെ തന്നെ ആ കുടുംബജീവിതം നന്നായി പുലർത്താൻ വേണ്ടി നമ്മൾ ഈ സമൂഹത്തിൽ എന്തെങ്കിലും ഒരു ജോലി നോക്കുകയും വേണം. As a person, as we live in the society, both are very important and both we should balance. That is our family life. We should bring up well, and the same way to support the family life, we should have a work, and there also we should do well. പക്ഷേ ഈ രണ്ടെണ്ണത്തില് ഏറ്റവും പ്രധാനമേതാ? But in considering these two, which is the most important relationship? ഈ രണ്ടില് കുടുംബമാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. Considering family life and work life, we should have this realization that family life is the most important one. ഒരു സഹോദരി പറഞ്ഞ ഒരു കാര്യം ഞാൻ കേട്ടത് ഞാൻ ഇങ്ങനെ ഓർക്കുന്നുണ്ട്, ഒരു പരാതി പറഞ്ഞത്. I remember a sister was telling me a complaint like this. I remember like this. അതായത് അദ്ദേഹം രാവിലെ ഉണർന്നാൽ ഉടനെ ഒരു 7:30 ആകുമ്പോൾ തന്നെ ജോലിക്ക് പോകും. My husband, when he wakes up and gets ready, he leaves the home for work by around 7:30. അപ്പോൾ രാവിലെ എഴുന്നേറ്റാൽ പോകാൻ വേണ്ടി കുളിക്കുകയും ഡ്രസ് ചെയ്യുകയും ഒക്കെ ആയിട്ട് ആകെ തിരക്കിലാണ്. ഒന്നും വർത്തമാനം പറയാൻ ഒട്ടും സമയം കിട്ടുകയില്ല. And he's so much in a hurry that he need to get ready, he need to take bath, he need to dress, and there is no time to have a conversation with him. അദ്ദേഹം ഓഫീസിലെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലി ചെയ്യുന്ന ആളായതുകൊണ്ട് രാവിലെ അദ്ദേഹം നേരത്തെ പോണം, യാത്രയ്ക്ക് കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഒന്നും മിണ്ടാതെ ഞങ്ങൾ വേഗം അദ്ദേഹത്തിന് വല്ല ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കും. അദ്ദേഹം മിണ്ടാതെ കഴിച്ചിട്ട് വേഗത്തിൽ സ്ഥലം വിടും. Since he is a person who is in charge of a very responsible position, therefore we prepare the food very, very quickly for him, and he eats the food and leaves immediately. തിരിച്ചു വരുന്നത് രാത്രി ഏകദേശം 9 മണിയൊക്കെ അടുത്താണ് വരുന്നത്. And when he comes back from work, it will be like around 9 o'clock at night. ഓഫീസിലെ അദ്ദേഹത്തിന് വലിയ ഉത്തരവാദിത്തം ഉള്ളത് കൊണ്ട് ജോലികളും ഓവർ ടൈമും ഒക്കെ കഴിഞ്ഞ് രാത്രി 9 ഒക്കെ ആകും വരുമ്പോഴും. And because he's holding a responsible position in the office, so after his work and overtime, everything, he will reach the home by 9:30 p.m. വന്നാൽ അദ്ദേഹം കുളിച്ച് വേഗം വല്ലതും കഴിച്ച് വീണ്ടും അദ്ദേഹം കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരിക്കും. ഓഫീസിലെ പല കാര്യങ്ങൾ ക്രമീകരിക്കാനായിട്ടുണ്ട്. And after coming back home also, he will take bath and have food, and immediately he will sit in front of his computer because he has to do many things related to his office work. എന്നിട്ട് കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും ഈ കാര്യങ്ങളും പലരെ വിളിക്കുകയും ഒക്കെ ആയിട്ട് രാത്രി വൈകുന്നവരെ അദ്ദേഹം ആ തിരക്കിലായിരിക്കും. And with his computer and mobile, he'll be calling many people, and till very late night he'll be involved in his work. ചുരുക്കത്തിൽ ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒന്ന് സംസാരിച്ചിട്ട് തന്നെ എത്ര നാളായി, ഇതാണ് സഹോദരിയുടെ പരാതി. And the complaint of the sister is like that. In short, brother, you know how many months we haven't talked to each other. കണ്ടോ,
നോക്കുക, അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹം പറയും ഓഫീസിലെ കാര്യം നോക്കണ്ടേ, ആ ജോലിയുടെ കാര്യം നോക്കണ്ടേ. പക്ഷേ ഈ രണ്ട് കാര്യങ്ങൾ വരുമ്പോൾ ഏതാണ് ഏറ്റവും പ്രധാനം? So if we ask the brother, then he may say, so shouldn't I do office work properly? Are you telling that? But when we say the two relationship, which is the one which we should give more importance for? ദൈവവചനമനുസരിച്ച് കുടുംബമാണ് ഏറ്റവും പ്രധാനം. അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഒരു ജോലി. ആ നിലയിലാണ് അതിനെ കാണേണ്ടത്. As per the word of God, family life or family relationship is the most important one. And in order to support that, we should have a job. ഈ ലോകത്ത് ജോലി ചെയ്യാതെ ജീവിക്കാനൊക്കെയില്ല. We cannot live in this world without doing a job. അപ്പോൾ തന്നെ കുടുംബത്തിന് വേണ്ടിയാണ്, ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ വേണ്ടിയാണ് ഞാൻ ഈ ജോലി നോക്കുന്നത് എന്ന് മനസ്സിലാക്കി അതിന് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുത്താൽ മതി. But at the same time, we should realize that it is for the family, that is for my wife and children, that I'm doing this job, and we only need to give that much importance to the work life. അന്യോന്യം സംസാരിക്കാനും അന്യോന്യം സമയം ചെലവഴിക്കാനും ഒക്കെ നമ്മൾ സമയം അത് ഓരോ ദിവസവും അതിന് സമയം കണ്ടെത്തണം. കുടുംബജീവിതം പ്രധാനമാണ്. We should make time or find out time to talk to our spouse or children, because it is very important. Our family life is very important. എനിക്ക് ചിലരെ അറിയാം, അത് അവരുടെ ആ ജോലി കാര്യങ്ങള് കുടുംബജീവിതത്തെ ആ നിലയിൽ അഫക്റ്റ് ചെയ്യുന്നു എന്ന് കണ്ടപ്പോൾ അത്രയും വലിയ ഒരു ജോലി വിട്ടിട്ട് കുറച്ചുകൂടെ ചെറിയൊരു ജോലി സ്വീകരിച്ച ചിലരെ അറിയാം. I know many families, where their family life was affected because because the person was giving much importance for his work life, and because of that reason they resigned that job and chose to do a smaller responsible job to spend time with family. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്തെങ്കിലും നിർദ്ദേശിക്കുകയല്ല. ഓരോരുത്തരും കടന്നു പോകുന്നത് ആ സാഹചര്യങ്ങൾ അവരവർക്കാണ് അറിയുന്നത്. ഏതായാലും പ്രാർത്ഥിച്ച് ദൈവമുമ്പാകെ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് എന്ന് പറയുന്നത്. Beloved brothers and sisters, I am not instructing anyone to do like that, because each of us face different work situations. So pray and take a decision based on the word of God. മറ്റൊരു ചോദ്യം, കുട്ടികളെ പ്രകോപിപ്പിക്കാതെ എങ്ങനെയാണ് അവരെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്താൻ കഴിയുന്നത് എന്നാണ് മറ്റൊരു ചോദ്യം. Another question is that how can I discipline my children without provoking them? അത് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. And that question is asked based on Ephesians chapter 6 verses 1 to 4. അവിടെ പറയുന്നത് എന്താ? എഫേസ്യർ 6-ന്റെ 1 മുതൽ 4 വരെ പറയുന്നത് നമ്മള് കുട്ടികളെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തണം, പക്ഷെ കുട്ടികളെ എന്ത് ചെയ്യരുത്? പ്രൊവോക്ക് ചെയ്യരുത് എന്നാണ് പറയുന്നത്. It says in Ephesians chapter 6 verse 4, fathers, bring up your children in the discipline and instruction of the Lord, but do not provoke them to anger. അവിടെ പറഞ്ഞു തുടങ്ങുന്നത് കുട്ടികളോട് ബന്ധപ്പെട്ടാണ്. നമ്മൾ ഇതേവരെ കുഞ്ഞുങ്ങളെക്കുറിച്ച് അങ്ങനെ കുഞ്ഞുങ്ങളോട് ഒരു കാര്യം പറഞ്ഞില്ലല്ലോ. ഇവിടെ ഇതാ നോക്കുക, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ, അത് ന്യായമല്ലോ എന്ന് പറഞ്ഞാണ് ആ വാക്യം തുടങ്ങുന്നത്. 6-ാം അധ്യായം 1-ാമത്തെ. We did not tell anything to the children. So children, Ephesians chapter 6 verse 1, it says, children, obey your parents in the Lord, for this is right. ഇംഗ്ലീഷിൽ നമ്മൾ കാണുന്നത് അനുസരിക്കുക എന്നുള്ളതിനേക്കാളും ഓണർ ചെയ്യുക എന്നുള്ളതാണ്. മാതാപിതാക്കളെ In English, we see in second verse, honor. More than obeying, it says honoring your father and mother. അപ്പൊ കണ്ടോ, അവിടെ ഓണർ ചെയ്യുകയും ഒബേ ചെയ്യുകയും രണ്ട് കാര്യങ്ങളാണ്. So there are two things. One is to honor and second is to obey. നമ്മള് മാതാവിനെയോ പിതാവിനെയോ ഓണർ ചെയ്യാതെ തന്നെ നമുക്ക് അവരെ ഒബേ ചെയ്യാൻ കഴിയും. We can
obey our father or mother without honoring them. ഓണർ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ആറ്റിറ്റ്യൂഡാണ്, ഒബേ ചെയ്യുക എന്ന് പറയുന്നത് ഒരു പ്രവൃത്തിയാണ്. Honoring is an attitude of the heart, and obeying is an action by the body. ഹൃദയത്തിൽ ഓണർ ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഇല്ലാതെ, ഒരു മനോഭാവം ഇല്ലാതെ തന്നെ വേണമെങ്കിൽ ഒബേ ചെയ്യാനൊക്കും. അപ്പോ ഒബേ ചെയ്യുന്നതിനേക്കാൾ പ്രധാനമാണ് ഓണർ ചെയ്യുക എന്ന കാര്യം ഓർത്തിരിക്കണം. Children, you can obey your father and mother without having an attitude of honoring them in your heart. So always remember that honoring your father and mother is more important than physically obeying them. അവരെ ആ നിലയിൽ ഉള്ളില് നമുക്ക് ദൈവം തന്ന മാതാപിതാക്കളാണ്. അവർക്ക് പരിമിതികൾ കാണും, എങ്കിലും കുഞ്ഞുങ്ങൾ അവരെ ബഹുമാനിക്കണം. ഉള്ളിൽ ആ ആദരം ഉണ്ടായിരിക്കണം. അതിന്റെ ബഹിർസ്ഫുരണമായിട്ടായിരിക്കണം അനുസരണം വരേണ്ടത്. So children, you should know this, that this is the father and mother that the Lord has given me, and of course they may have limitations, but I should honor them. That should be the attitude in your heart, and your obedience should be a reflection of this attitude in your heart of honoring them. ഇവരെ ഓണർ ചെയ്താൽ എന്തുണ്ടാകും? രണ്ട് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ അവർക്ക് നന്മയുണ്ടാകും, അതുപോലെ തന്നെ ദീർഘായുസ് ഉണ്ടാകും. ഇത് രണ്ട് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. Children, what do you get if you honor your father and mother? There are two things mentioned there. It says that it will go well with you and you will live long on the earth. എന്നിട്ട് അവിടെ പറയുന്നു, അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടു കൂടി ആദ്യ കൽപ്പനയാകുന്നു. And it says that honoring your father and mother, this is the first commandment with a promise. ആദ്യത്തെ ആ നിലയിലുള്ള ഓണർ ചെയ്യണം എന്നുള്ളത് ആദ്യത്തെ ഒരു കമാൻഡ്മെന്റ് ആയിരിക്കുന്നത് പോലെ തന്നെ എന്താ നമ്മള് കൽപ്പനകള് നമ്മൾ നോക്കിയാൽ മനുഷ്യബന്ധത്തിലെ ആദ്യത്തെ കൽപ്പനയും അതാണ് എന്ന് കാണാൻ കഴിയും. So it says that honoring the father and mother is the first commandment. So in relation to human beings, we can see that for them also that is the first commandment. അവിടെ നമ്മള് 10 കൽപ്പനകള് നമ്മള് കാണുന്നുണ്ടല്ലോ. ആ 10 കൽപ്പനകളില് എന്താ അവിടെ പറയുന്നത്? അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്ന് പറയുമ്പോൾ മനുഷ്യബന്ധങ്ങളിലെ ആദ്യത്തെ കൽപ്പനയായിട്ടാണ് മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതിനെ കുറിച്ചും പറയുന്നത് എന്ന കാര്യവും ഓർത്തിരിക്കണം. So when we see the 10 commandments, when we say honor your father and mother, that is given in relation to to human beings, to men, to each other, or to the children. അപ്പോ കുഞ്ഞുങ്ങളുടെ ഭാഗത്ത് ആ നിലയിൽ മാതാപിതാക്കളെ ബഹുമാനിക്കണം. ആ ബഹുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം അനുസരണം ഉണ്ടാകാൻ. So children, you should have honoring attitude in your heart, and further from that honoring attitude, you should obey your father and mother. അപ്പോൾ തന്നെ മാതാപിതാക്കളോട് പറയുന്നു, പ്രത്യേകിച്ച് പിതാക്കന്മാരോട് പറയുന്നു, 4ാമത്തെ വാക്യം, പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും പോറ്റി വളർത്തുകയും. So at the same time, it says to fathers, especially to fathers in verse 4, do not provoke your children to anger, but bring them up in the discipline and instruction of the Lord. ഇവിടെ ചോദ്യം ചോദിച്ച സഹോദരൻ ചോദിച്ചേക്കുന്നത്, എനിക്ക് എൻ്റെ കുഞ്ഞിനെ പ്രൊവോക്ക് ചെയ്യാതെ, അവനെ ആ നിലയിൽ കോപിപ്പിക്കാതെ എങ്ങനെയാണ് അവനെ പഥ്യോപദേശത്തിൽ പോറ്റി വളർത്താൻ കഴിയുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. The brother is asking here that how can I bring up my children in the discipline and fear of the Lord without provoking them? പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളോട് ആവശ്യമില്ലാതെ പെട്ടെന്ന് തട്ടിക്കയറി ദേഷ്യപ്പെട്ട് അവരെ ആ നിലയിൽ പ്രൊവോക്ക് ചെയ്യാതെ നമ്മൾ സമാധാനത്തിൽ നമുക്ക് കാര്യം പറഞ്ഞു കൊടുക്കാനും. Dear brothers and sisters, instead of getting short-tempered or getting angry all of a sudden for silly matters, we can very calmly talk to them and make them understand the seriousness of things. അതുപോലെ അവരെ ചെയ്യുന്ന തെറ്റുകൾക്ക്
നമുക്ക് അവർക്ക് ബാലശിക്ഷ കൊടുക്കേണ്ടതായിട്ട് വരും. പക്ഷെ അത് നമ്മുടെ കോപം തീർക്കാനായിട്ട്, നമ്മുടെ ദേഷ്യം തീർക്കാനായിട്ടുള്ള ഒരു കാര്യമായിട്ട് ആ ശിക്ഷകൾ വരരുത്. And also, when they are doing things where we have to punish them, definitely we have to discipline and punish them. But that should not be because in order to bring down or pour out our anger on them. അപ്പോൾ നമ്മൾ പറഞ്ഞത് കുഞ്ഞുങ്ങളെ ശിക്ഷിക്കുന്നത് ആവശ്യമാണ്, അവരെ ബാലശിക്ഷയിൽ മുന്നോട്ട് നടത്തേണ്ടത് ആവശ്യമാണ്. പക്ഷെ അതൊക്കെ ഒരു പിതാവെന്നുള്ള നിലയിൽ, മാതാവെന്നുള്ള നിലയിൽ ദൈവം നമുക്ക് തന്ന ഉത്തരവാദിത്വത്തെ കണ്ടുകൊണ്ട് വളരെ സംയമനത്തോടുകൂടെ ആയിരിക്കണം. So definitely we have to discipline and bring up our children in the instruction and fear of the Lord. But that should be with this understanding that this is the responsibility that the Lord has given us towards our children, and therefore I should be careful in how I'm doing it. ബാലശിക്ഷ അത് നമ്മുടെ ദേഷ്യം തീർക്കാനാകരുത് എന്ന് പറഞ്ഞത് നമുക്കറിയാം. നമ്മൾ വടിയൊടിയുന്നവരെ അല്ലെങ്കിൽ നമ്മുടെ ദേഷ്യം തീർക്കാനായിട്ട് കൈ കിട്ടിയതൊക്കെ എടുത്തടിക്കുന്നതും അതൊക്കെ ഒഴിവാക്കണം. മറിച്ച് അതിനെക്കുറിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ഒരു സംയമനത്തോടെ വേണം ശിക്ഷ നൽകാനും അവനെ കറക്റ്റ് ചെയ്യാനും എന്ന കാര്യം നമ്മൾ ഓർക്കണം. So when we heard that, that we should not discipline them because in order that we should pour out our anger, or unless our anger subside, which means that we should not beat our children until the stick breaks, or we should not take and throw the stuffs, whatever we get in our hands, because we are full of anger. But we should ask the Lord, be in his presence and get guidance how I can deal this matter carefully with my child. പഥ്യോപദേശം എന്ന് പറയുമ്പോൾ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഉപദേശമാണ്. Instructions means the instructions which is based on the word of God. ആവർത്തന പുസ്തകം 6-ാം അധ്യായം അതിന്റെ 6-7 വാക്യങ്ങൾ വളരെ പ്രസിദ്ധമാണ്. പഴയ നിയമത്തിലെ വാക്യങ്ങളാണെങ്കിലും ആവർത്തനം 6-ന്റെ 6-7. It's the verses from Deuteronomy chapter 6 verse 6 and 7. These are very important verses, even though it is mentioned in the Old Covenant. അവിടെ പറയുന്നത്, ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിലിരിക്കണം, നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. These words which I am commanding you today shall be on your heart. You shall teach them diligently to your sons, and shall talk of them when you sit in your house, and when you walk by the way, and when you lie down, and when you rise up. പ്രിയമുള്ളവർ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സെന്റൻസ് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, നമുക്ക് എല്ലാവരെയും കളിപ്പിക്കാം, പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളെ കബളിപ്പിക്കാൻ ഒക്കുകയില്ല. Beloved, I hope you remember the statement which I said sometime earlier, that we can fool everybody, but we cannot fool our own children. നമ്മൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്താലും നമ്മുടെ ജീവിതത്തിൽ അതുണ്ടോ എന്ന് കുഞ്ഞുങ്ങൾ നമ്മളെ ഏറ്റവും അടുത്ത് നിന്ന് കാണും എന്ന കാര്യം നമ്മൾ ഓർക്കണം. Even though we instruct them or teach them very big things or high stuff to them, we should always remember that our children will be looking to us whether these things which my father or mother is telling me is actually true in their life. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒന്നാമത് അത് യാഥാർത്ഥ്യമായിരിക്കണം. എന്നിട്ട് കുഞ്ഞുങ്ങളോട് അത് നല്ല രീതിയിൽ ദേഷ്യപ്പെടാതെ പറഞ്ഞു കൊടുക്കുകയും അവരെ പഥ്യോപദേശത്തിൽ മുന്നോട്ട് നടത്തുകയുമാണ് മാതാപിതാക്കൾ എന്നുള്ള നിലയിൽ നമ്മൾ ചെയ്യേണ്ടത്. So as father and mother, what we should do is that first of all, we should be very sure that these things which I tell to my children is actually true in my life. And secondly, I should instruct them, very calmly and carefully without getting angry. മറ്റൊരു സഹോദരൻ ചോദിച്ചേക്കുന്നത്, ഞാൻ ദൈവമുമ്പാകെ പെർഫെക്റ്റ് ഒന്നുമല്ല, ദൈവമുമ്പാകെ ഞാൻ പെർഫെക്റ്റ് ഒന്നുമല്ല, എങ്കിലും ഞാൻ എങ്ങനെയാണ് എൻ്റെ കുടുംബത്തെ നന്നായിട്ട് നയിക്കേണ്ടത്, അതിനെന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Another brother is telling that, see brother, I am not perfect in front of the Lord, and how can I bring up my family, my wife and children? Can you give me some instructions based on this? അതിൻ്റെ അകത്ത് ഒരു നല്ല കാര്യം ഞാൻ കണ്ടത്, ഞാൻ ദൈവമുമ്പാകെ പെർഫെക്റ്റ് അല്ല
എന്നൊരു സത്യം, ഒരു യാഥാർത്ഥ്യം അദ്ദേഹം കാണുകയും അത് അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. അത് വളരെ നല്ലതാണ്. Oh, a very good thing which I can see in that question is that this person understands that he is not perfect before God and he is accepting that he is not perfect. That is a good thing in that person's heart. നമ്മുടെ കുറവുകളെ കുറിച്ചുള്ള ഒരു ബോധ്യം ഉണ്ടായിരിക്കുകയും സത്യസന്ധമായിട്ട് അത് അംഗീകരിക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. It is very good to have a real understanding about our own self and accepting that in our life. That is a very good thing. ആ താഴ്മയുണ്ടെങ്കിൽ നമുക്ക് ദൈവം എന്ത് തരും? നന്നായിട്ട് കുഞ്ഞുങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ, കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കൃപ ദൈവം തരും. താഴ്മയുള്ളിടത്താണ് കൃപ ദൈവം തരുന്നത്. If we are having that humility to understand and accept our weakness, definitely God will give his grace, because where humility is, there God pours out his grace. അതുപോലെ കുടുംബത്തെ നന്നായിട്ട് കൊണ്ടുപോകാനുള്ള ഒരു കാരണം, നമ്മൾ പിശാചിന് ഇടം കൊടുക്കാതെ നമ്മളെന്ത് വേണം? നമ്മൾ പിശാചിന് ഇടം കൊടുക്കാതെ വേണം നമ്മുടെ കുടുംബത്തിലുള്ള ഭാര്യയോടാണെങ്കിലും കുഞ്ഞുങ്ങളോടാണെങ്കിലും വേണ്ടത് പറഞ്ഞു കൊടുക്കുകയും അവരെ നയിക്കുകയും വേണ്ടത്. So we should teach or instruct our wife or children in such a way that we should not, by not giving an opportunity for devil in our life. എഫേസ്യർ 4:25-27 വാക്യങ്ങൾ നമ്മൾ പലപ്പോഴും സഭയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. എഫേസ്യർ 4:25 മുതൽ 27 വരെയുള്ള വാക്ക്. Ephesians chapter 4 verse 25 and 27 are verses which we often say in the church. അവിടെ പിശാചിന് ഇടം കൊടുക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് അതിൻ്റെ 25-ഉം 26-ലും പറയുന്നുണ്ട്. There in verse 25 and 26 we can see some places where the devil can get an opportunity in our life. അത് നമ്മൾ ഫോഷ്ക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പിശാചിന് നമ്മൾ ഒരു ഇടം കൊടുക്കുകയാണ്. If there is falsehood or lie in our life, then we are giving an opportunity for the devil. അതുപോലെ നമ്മുടെ കോപത്തിന്റെ മേൽ സൂര്യൻ അസ്തമിച്ചാൽ, എന്ന് വെച്ചാൽ ആ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ ആ കോപത്തെ ക്രമീകരിക്കാതെ അതിനെ ഒരു കയ്പാക്കി നമ്മുടെ കോപത്തിന്റെ മേൽ സൂര്യൻ അസ്തമിച്ചാൽ പിശാചിന് കയ്പിൽ അവന് പ്രവർത്തിക്കാൻ ഒരിടം കിട്ടുകയാണ് എന്നും നമ്മൾ പറഞ്ഞിട്ട് ഉള്ളത് ഒരുപക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. You may remember what we told before, that if the sun sets down on our anger, which means we get angry and we are not settling that matter with our spouse and going to sleep, it turns into bitterness in our heart, and this bitterness is an opportunity for devil to work in our life. അതുകൊണ്ട് പിശാചിന് ഒരു ഇടം കൊടുക്കാതെ, പോഷ്കില്ലാതെ, കയ്പില്ലാതെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുക. നമ്മൾ താഴ്മയോടെ ദൈവമുഖം അന്വേഷിച്ചാൽ ദൈവം അതിന് കൃപ തരും. So without any falsehood or anger, or we should settle all these things. Then if we seek God in such humility, God will give grace. നമ്മൾ അഭിനയിക്കേണ്ട, നമ്മൾ സത്യസന്ധരായിരുന്നാൽ മതി. We need not pretend or act. We need to be what we are. കുടുംബാംഗങ്ങളോട്, ഭാര്യയോടും മക്കളോടും ഒക്കെ സത്യസന്ധമായിട്ട് തുറന്നു സംസാരിക്കുക. We should speak openly from our heart to our wife or husband and to our children. നമുക്ക് എന്നാലും ചിലപ്പോൾ തെറ്റുപറ്റിയാൽ തെറ്റുപറ്റി എന്ന് പറഞ്ഞ് ക്ഷമ ചോദിക്കുക. അത് നമ്മുടെ ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെടുത്തും. Still, after hearing all this, we can commit mistakes, but when we commit mistake, we have to tell that I did this mistake or I sinned, please forgive me. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് കഴിയാത്ത കാര്യത്തിന് ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുകയാണല്ലോ. Prayer means we are seeking the face of God for things which we are not able to do. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുറവുകൾ നമ്മുടെ കുടുംബജീവിതത്തിൽ പലപ്പോഴും കാണുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ മുഖം അന്വേഷിക്കാം, പ്രാർത്ഥിക്കാം. Beloved, when we see lackness in our family life, let us seek the face of the Lord and let us pray to the Lord. അപ്പോൾ നമ്മൾ പറഞ്ഞത്, നമ്മൾ ഒരു കുടുംബജീവിതത്തെയും നമ്മുടെ സെക്കുലർ ലൈഫിനെയും രണ്ടിനെയും
രണ്ടായിട്ട് കാണണം, അതിന് കൊടുക്കേണ്ടതിന് പ്രാധാന്യം കൊടുക്കണം എന്ന് നമ്മൾ പറഞ്ഞു. So we heard that our family life and our secular or official life, we should see this as both as different, and we should give the due importance. That is what we heard. കുട്ടികളെ എങ്ങനെ മാതാപിതാക്കളെ ഓണർ ചെയ്യണമെന്നും അതിന്റെ അടിസ്ഥാനത്തിലാണ് അവരെ ഒബേ ചെയ്യേണ്ടതെന്നും നമ്മൾ പറഞ്ഞു. We heard that how children should have an honoring attitude to their parents, and based on that honoring attitude, they should obey. അതുപോലെ തന്നെ അവരെ കുട്ടികളെ പ്രൊവോക്ക് ചെയ്യാതെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും വഴി നടത്തുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. And we heard that without provoking the children, how we should instruct and discipline our children. നമ്മൾ പെർഫെക്റ്റ് അല്ലെങ്കിലും ദൈവത്തെ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ തെറ്റുകളെ കണ്ട് സത്യസന്ധരായിട്ട് നമുക്ക് കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒക്കുമെന്ന് നമ്മൾ പറഞ്ഞു. We said that, even though we are not perfect, we can depend and pray to the Lord and seek His face, and thereby we can lead our family life. സത്യസന്ധരായിരിക്കുക, തെറ്റുപറ്റിയാൽ തെറ്റുപറ്റി എന്ന് പറയുക, ക്ഷമ ചോദിക്കേണ്ടിടത്ത് ക്ഷമ ചോദിക്കുക. We should be honest people. If we committed some mistake, we should say that we committed, accept, ask forgiveness, and set right the things. ഇതെല്ലാം ചെയ്താലും പോകുമ്പോഴും വരുമ്പോഴും തനിയെ ഡ്രൈവ് ചെയ്യുമ്പോഴും ഒക്കെ ദൈവമുമ്പാകെ പ്രാർത്ഥിക്കുക, ദൈവമേ നീ എനിക്കൊരു കുടുംബജീവിതം തന്നു, ഈ കുടുംബജീവിതത്തിൽ അങ്ങേ പ്രതിദാനം ചെയ്യാൻ എന്നെ സഹായിക്കണേ, എനിക്ക് കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കുക. ദൈവം സഹായിക്കും പ്രിയപ്പെട്ടവരെ. And even though all this is there, wherever we go in and out, or we are driving the vehicle, there should be a prayer from the bottom of our heart telling that, Lord, help me, Lord, to seek you and to represent you. You have given me a family life, and help me to represent you in my family life. മറ്റൊരു സഹോദരൻ സംശയത്തിന് പറഞ്ഞിരിക്കുന്നത് ഇതാണ്: ഞാൻ ബ്രദറെ ഒരു സംശയവും ചോദിക്കുന്നില്ല. Another brother has written like this: Brother, I am not asking any doubt. മറിച്ച് എനിക്ക് വിജയകരമായ ഒരു ജീവിതം വേണം. But on the contrary, I want a victorious life. പക്ഷേ എൻ്റെ ജീവിതം നോക്കുമ്പോൾ ECG ഗ്രാഫ് പോലെ ചിലപ്പോൾ മുകളിലോട്ട് പോകും, ചിലപ്പോൾ താഴോട്ട് പോകും. അങ്ങനെ എല്ലാം ഒരു ആ നിലയിൽ മുകളിലോട്ടും താഴോട്ടും അങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന ഒരു ജീവിതമാണ് എനിക്കുള്ളത്. But when I look into my own life, it is like a ECG graph. That is, sometimes it goes up the curve, sometimes it goes down the curve. It's up and down always. അപ്പൊ ഞാൻ ഈയിടെ സാഗ്ബാറിന്റെ ഒരു മെസ്സേജ് കേട്ടപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ആ നിലയിലുള്ള ആ ഒരു ബാപ്റ്റിസം, പരിശുദ്ധാത്മ സ്നാനം ജീവിതത്തിൽ ഉണ്ടെങ്കിലേ എനിക്ക് പാപത്തിന്റെ മേൽ വേണ്ടതുപോലെ ഒരു ജയം നേടി വിജയകരമായ ജീവിതം സാധിക്കുകയുള്ളൂ എന്ന് കേൾക്കാനിടയായി. അങ്ങനെ ഒരു പരിശുദ്ധാത്മ സ്നാനത്തിന്റെ ഒരു അനുഭവം ഉണ്ടാകാൻ വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് മാത്രമേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ, അല്ലാതെ സംശയമൊന്നും ചോദിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്നത്. And the brother has written like this and ended telling that recently I heard a message from Brother Zach that it is the anointing of the Holy Spirit which will help us to overcome all sin and to live a victorious life. And therefore I want to request you to pray for me for the anointing of the Holy Spirit. I am not asking any doubts. പ്രിയപ്പെട്ടവരെ, നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വരുന്നുണ്ട്. Beloved, when we are saved, the Holy Spirit comes into our heart. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവിന് വേണ്ടി നമ്മൾ വീണ്ടും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് നമ്മൾ ദൈവവചനത്തിൽ നിന്ന് കാണും. But from the word of God, we see that it is necessary to be continuously be filled with the Holy Spirit. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവ് സംഭവിക്കുന്ന ആദ്യ സന്ദർഭത്തെയാണ് ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത്. So when we seek like that, the first instance when we are filled with the Holy Spirit, that is called being filled with the Holy, or being overflowed by the Spirit. Baptism in the Holy Spirit. Baptism in the Holy Spirit, sorry. ഈ പ്രിയ സഹോദരൻ അങ്ങനെ ഒരു അനുഭവത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മൾ ദൈവവചനം ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ ഇത്രയും നേരം. നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് തലകൾ ഉണക്കാം. So this brother, he's asking for that, and we can pray for such an experience for this brother, and we were hearing the word of God, and so let us pray. നമുക്ക് സമയം കടന്നു പോകുന്നല്ലോ, നമുക്ക് പ്രാർത്ഥിച്ച് ഈ സെഷൻ അവസാനിപ്പിക്കാം. നമുക്ക് as the time is moving on, let us pray and end the session.
നമുക്ക് കേട്ട കാര്യങ്ങളെ നമുക്ക് ദൈവസന്നിധിയിലെ വീണ്ടും ഒരു നിമിഷം അയവിറക്കാം. Let us again think on the things what we already heard from the Word of God. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവത്തോടുള്ള ബന്ധമാണ് ഏറ്റവും ഒന്നാമത്തെ ബന്ധം. Beloved, when we are on this earth, the most important relationship which we have should be the relationship with God. അത് കഴിഞ്ഞാൽ അന്യോന്യമുള്ള ബന്ധവും ഭാര്യാഭർത്തൃ ബന്ധവും കുടുംബജീവിതവുമാണ് പിന്നീട് ഏറ്റവും പ്രധാനം. And the second most important relationship is the relationship between husband and wife and the family. ആ കുടുംബജീവിതം നന്നായാലേ നമുക്ക് കർത്താവിനെ സഭയും തമ്മിലുള്ള ബന്ധത്തെ നമ്മുടെ കുടുംബജീവിതം കൊണ്ട് പ്രതിദാനം ചെയ്യാൻ കഴിയുള്ളൂ. Only if our family relationship and the husband and wife relationship is good, then only we can represent the right relationship of Jesus and the church exactly through our family to the society. കുടുംബജീവിതത്തിന് ദൈവവചനം നൽകുന്ന പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് കണ്ടു. We heard in great measure, we heard what is the importance that God is giving to the family life. ഇതെല്ലാം നമ്മളെ ഒരു ആവശ്യബോധത്തിലേക്ക് നടത്തിയിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. I believe that all these things which we heard has led us to a level of helplessness to God. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവസന്നിധിയിൽ നമ്മുടെ ആവശ്യത്തെ കണ്ട് ദൈവത്തോട് ചോദിക്കാം. ചോദിച്ചാൽ ദൈവം തരുന്നവനാണ് അവിടുന്ന്. Beloved, let us see the need in our life and ask the Lord, because when we ask to the Lord, we have a God who will answer our prayers. അതുപോലെ പരിശുദ്ധാത്മാവിന്റെ വർത്തമാനമായ അനുഭവവും നമ്മളെ ഇങ്ങനെ ഒരു കുടുംബജീവിതത്തിനായിട്ട് ശക്തിപ്പെടുത്തും. And therefore also the present baptism of the Holy Spirit will help us to live a wonderful family life. നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ദൈവസന്നിധിയിൽ കൊണ്ടുവരികയും നമുക്ക് വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. Let us bring all these things to the presence of the Lord and individually pray to the Lord. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, Our loving Heavenly Father, കർത്താവേ, ഇന്ന് ഞങ്ങൾക്ക് ദൈവമേ അവിടുന്ന് ഒരു കുടുംബജീവിതത്തെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നു എന്നുള്ളത് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിപ്പാനിടയാക്കിയതിനായിട്ട് സ്തോത്രം. Lord, we thank you, Lord, for helping us to understand what you desire in relation to a family. ഞങ്ങൾ ആരും ഒരു പൂർണ്ണതയിൽ ഇതുവരെ വന്നിട്ടില്ല. ദൈവമേ, ഞങ്ങളെ ആ നിലയിൽ മുന്നോട്ട് അവിടുന്ന് ക്ഷണിക്കുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയും. Lord, we have not come to a perfect family life, and we thank you, Lord, for inviting us to come to that life. കർത്താവേ, വചനം കേട്ട സഹോദരന്മാരെയും സഹോദരിമാരെയും അവിടുന്ന് സഹായിക്കണേ. Lord, please help the brothers and sisters who have heard this message. അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ ഒരു ഭർത്താവായിട്ടും അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ ഒരു ഭാര്യയായിട്ടും ജീവിപ്പാൻ ഞങ്ങളുടെ സഹോദരന്മാർക്കും സഹോദരിമാർക്കും അവിടുന്ന് കൃപ കൊടുക്കണേ. Lord, please give grace to our brothers and sisters to live as you expect them to live as a husband and a wife. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കർത്താവെ മാതാപിതാക്കളെ ബഹുമാനിച്ച് അനുസരിക്കുന്ന ഒരു അനുഭവം അവർക്ക് നൽകണേ കർത്താവെ. Lord, give our children an experience where they experience to obey their parents out of the honoring attitude they have in their heart. കുഞ്ഞുങ്ങളെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും വഴി നടത്താൻ മാതാപിതാക്കൾക്കും അവിടുന്ന് കൃപ കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. Lord, give grace to the parents to bring up the children in discipline and instruction of the Lord. ഞങ്ങളുടെ സഭയിലെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളെ അവിടുന്ന് തന്നിരിക്കാല സ്തോത്രം. തുടർന്നും കൂടുതൽ ആ നിലയിലുള്ള കുടുംബങ്ങളെ ഞങ്ങൾക്ക് തരണേ കർത്താവേ. Lord, we thank you, Lord, for giving blessed families in the church, and we pray that you give more families like this in our church. അതുപോലെ തന്നെ കർത്താവേ, ദൈവമേ, പരിശുദ്ധാത്മ സ്നാനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ അവിടുത്തെ കരങ്ങളിൽ പരമേൽപ്പിക്കുന്നു. And Lord, we also submit this brother who is desiring for a genuine baptism of the Holy Spirit. കർത്താവേ, നല്ല ആഗ്രഹങ്ങളെ അവിടുന്ന് മാനിക്കും, അവിടുന്ന് സഹായിക്കും. ഞങ്ങൾ അവിടുത്തെ മുഖത്തേക്ക് നോക്കുന്നു. അങ്ങേ വിശ്വസിച്ച് ആരും നിരാശപ്പെടേണ്ടി വരികയില്ല. Lord, you will honor good desires and you will answer it, and whoever has looked into your face, they have not been put to shame. ഞങ്ങളുടെ പ്രിയ സഹോദരനെയും അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് നയിച്ച് കർത്താവെ വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ വേണ്ട കൃപ അവിടുന്ന് കൊടുത്താട്ട്. Lord, help our brother also to experience this and to come to a victorious Christian life.
ഞങ്ങൾക്ക് തന്ന നല്ല സമയത്തിനായിട്ട് നന്ദി. We thank you, Lord, for this wonderful time you have given us. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. We request in the precious name of Jesus, help us, O Lord, and hear our prayer.